നമ്മുടെ പ്രിയപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ അത് നമുക്ക് എന്നും കഴിക്കാൻ പറ്റുമോ? ഇല്ല. എണ്ണ ഭയങ്കര പ്രശ്നക്കാരനാണല്ലേ. അപ്പോൾ എണ്ണയില്ലാതെ നമുക്ക് ഈ വിഭവങ്ങളൊക്കെ എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഹലോ, ക്രിയേറ്റീവ് ലൈഫ് സ്കില്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡ് വിഭവങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് നിരത്തി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് വിഭവങ്ങളൊക്കെ നമുക്കെന്നും കഴിക്കണമെന്ന് ആഗ്രഹമില്ലേ? പക്ഷേ അത് എണ്ണയിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കത് എന്നും കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെറിയ കുറച്ച് ഐറ്റംസ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതും നമ്മൾ എണ്ണയില്ലാതെ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വീഡിയോ എണ്ണയില്ലാതെ എങ്ങനെ നമുക്ക് ആഹാരം ഫുഡൊക്കെ പാകം ചെയ്തെടുക്കാം എന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പോൾ ഇതിനുള്ളിൽ ഒരു സർപ്രൈസ് ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇത് ഒരു എയർ ഫ്രയറാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പരസ്യമോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോഷനോ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു. അപ്പോൾ അത് നിങ്ങളെ കൂടി പരിചയപ്പെടുത്തി തരാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മളിത് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് പവർ ബട്ടൺ ആണ്. അപ്പോൾ അത് നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ എം എന്ന് കാണിക്കുന്നുണ്ട്, അത് മാനുവൽ. അപ്പോൾ അവിടുത്തെ നമ്മൾ അമർത്തി കഴിയുമ്പോൾ കണ്ടോ ഓരോ ഭക്ഷണ സാധനങ്ങൾ, ഫിഷ്, ചിക്കന്, അങ്ങനെ എന്തൊക്കെയാണോ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണോ പാകം ചെയ്യേണ്ടത് ആ ഒരു മോഡിലിട്ടാൽ അത് അതിൻ്റെ ടൈമിന് വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ഇവിടെ പി എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. സമയം നമ്മളിത് പാകം ചെയ്യുന്നതിൻ്റെ ഒരു കുറച്ച് സമയം നമുക്കിതൊന്ന് പ്രീ ഹോട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏത് മോഡിലാണെങ്കിലും, ചിക്കനാണെങ്കിൽ ചിക്കൻ്റെ മോഡിലിട്ട്, ഫിഷാണെങ്കിൽ ഫിഷിൻ്റെ മോഡിലിട്ട് നമുക്കിത് പാകം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം ഗ്രേവിയൊന്നും ഇല്ലാതെ നമ്മൾ കുറച്ച് കാന്താരിയും അതുപോലെ തന്നെ ചെറിയ കുറച്ച് മസാല കൂട്ടുകൾ മാത്രം ചേർത്ത് നമ്മൾ ഇതിവിടെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തുറന്നെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഒരു ഹാൻഡിലെ തന്നെ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് അമർത്തി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിങ്ങനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഓരോ പാത്രങ്ങളൊക്കെ നമുക്ക് മാറ്റി എടുത്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ആണെങ്കിലും നമുക്ക് അതിനകത്ത് നിന്ന് ഓരോന്നും എടുത്ത് മാറ്റാം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് എടുത്ത് വയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് അതേപോലെ തന്നെ ഇത് അടച്ചു വെക്കുന്നു. നമ്മൾ ഓണാക്കുന്നു. നമുക്ക് ചിക്കനാണ് നമുക്കിത് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് കണ്ടോ ചിക്കൻ്റെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ചിക്കൻ വെച്ച് നമ്മൾ അതിനകത്തേക്ക് പാകം ചെയ്യാൻ വെച്ചേക്കുവാണ്. അപ്പോൾ അതിനൊരു സമയമുണ്ട്, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്ന് നിന്നോളും. അതുപോലെ തന്നെ ഇത് 100% ഓയിൽ ഫ്രീ ആണെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മൾ ഈ പാത്രത്തിലൊക്കെ ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ചിക്കൻ എണ്ണയില്ലാതെ വെച്ച് നമ്മൾ തിരിച്ചെടുത്ത് കഴിയുമ്പോൾ ഇത് അവത്തിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രം നമ്മൾ ആ പാത്രത്തിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണയൊന്ന് തടവി കൊടുക്കണം. അതുപോലെ തന്നെ ചെറിയൊരു എണ്ണയുടെ ടേസ്റ്റൊക്കെ വേണമെന്നുള്ളവർക്ക് ജസ്റ്റ് ചിക്കനേലൊക്കെ ആണെങ്കിലും കുറച്ചൊന്ന് തടവി കൊടുത്താൽ കുഴപ്പമില്ല. എണ്ണ ഒട്ടും വേണ്ടവർക്കാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇല്ലെങ്കിലും അത് റെഡിയായി വന്നുകൊള്ളും. ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ എണ്ണയുടെ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, വേറെ പ്രശ്നമൊന്നുമില്ല, കൊളസ്ട്രോൾ ഇല്ല, അങ്ങനത്തെ വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു തരി എണ്ണയൊക്കെ പുരട്ടി കൊടുത്തെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ 2 തരത്തിലുള്ള ചിക്കൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ KFC ചിക്കൻ തയ്യാറാക്കുന്നത് പോലെ തന്നെ നമ്മൾ കാന്താരി ചിക്കൻ അതൊക്കെ നമ്മൾ ശരിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, കണ്ട ചിക്കൻ്റെ ഐക്കൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനാണ് പാകം ചെയ്യുന്നതിൽ ആ ഐക്കൺ ജസ്റ്റ് മെനുവേൽ മാറ്റി നമ്മൾ ആ ഐക്കൺ ഒന്ന് സെലക്ട് ചെയ്തിട്ടാൽ മതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ടൈം വന്നോളും. പിന്നെ അതുപോലെ തന്നെ അത് റിവേഴ്സിലാണ് വരുന്നത്. ടൈം കണ്ടോ 3, 2 അങ്ങനെ വന്ന് 1 മിനിറ്റ് 0 ആയി കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫായി പൊക്കോളും. ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിട്ടുണ്ട്, കാരണം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ പാകമായിട്ടുണ്ട്. ആഹാ, കാണാൻ യാതൊരു ശൈലുമില്ല അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ വെച്ചിരുന്നത് KFCയുടെ ഇതൊക്കെ പുരട്ടി വെച്ചിരുന്നതാണ്. പക്ഷേ KFC നമ്മൾ സാധാരണ പുരട്ടി നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ലുക്ക് കിട്ടും. പക്ഷേ ഇതിന് യാതൊരു ലുക്കും ഇല്ല. പക്ഷേ ടേസ്റ്റ് സൂപ്പറാണെന്നാണ് അപ്പച്ചൻ പറയുന്നത്. അതേ ഒരു മണവും അതൊക്കെ അത് തന്നെയാണ്. അപ്പം ഞാൻ കഴിച്ചു നോക്കിയില്ല. അപ്പോൾ അപ്പച്ചൻ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നത് കൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അപ്പച്ചനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തായാലും അടിപൊളിയാണെന്നാണ് പറഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്ത ഒരു വിഭവത്തിന് വേണ്ടിയിട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ മസാലയൊക്കെ പുരട്ടി നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ.
അപ്പം നമ്മുടെ KFC ആണെങ്കിലും ആ ഒരു കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, പക്ഷേ അതിന് ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാനും കഴിച്ചു നോക്കിയ ടേസ്റ്റൊക്കെ അതേപോലെ തന്നെയാണ്, സൂപ്പറാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ പാകം ചെയ്യുന്ന വിധത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ജസ്റ്റ് എണ്ണയൊക്കെ തടവി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ആയിട്ടല്ലേ വെക്കുന്നത്, അത് ജസ്റ്റ് ഇച്ചിരി ഒരു വെള്ളമയത്തോട് കൂടി നമ്മൾ വെച്ചാൽ ചിലപ്പോൾ കുറച്ചുകൂടെ നല്ലതായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് 2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി പരീക്ഷിച്ച് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഒരു രീതി മനസ്സിലാക്കി എടുക്കാൻ പറ്റും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എളുപ്പമാണ് സംഭവം. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത മസാലയൊക്കെ പുരട്ടി നമ്മളിവിടെ ചിക്കൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ട്രേയിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിനി അത് എയർ ഫ്രയറിനകത്തേക്ക് വെച്ച് അത് ക്ലോസ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കണ്ട ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ലതായിട്ടിരിപ്പുണ്ട്. അപ്പോൾ തുറന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല ചിക്കൻ ഫ്രൈയുടെ. ആഹാ, അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ വേറെ കരിഞ്ഞു പോകുമൊന്നുമില്ല, നല്ല രീതിയിൽ അത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തികച്ചും ഓയിൽ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതിനകത്ത് സോസൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. അപ്പോൾ നല്ലതായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ സൈഡൊക്കെ ഒന്ന് മുറിച്ച് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി നല്ലതായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പച്ചൻ വീണ്ടും അടുത്തത് ടേസ്റ്റ് നോക്കാനായിട്ട് ഇങ്ങനെ ആൾ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കുഴപ്പമില്ല കേട്ടോ, സൂപ്പറാണ്. ഞാനും കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റാണ്. നമ്മൾ എക്സ്ട്രാ ഓയിലൊന്നും ചേർക്കുന്നില്ല. ആ ഒരു ഇറച്ചിയിലുള്ള ഓയിൽ കൊണ്ടൊക്കെ അത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ലുക്കിൽ പ്രത്യേകിച്ച് കുറവൊന്നുമില്ല, കാണാനും ലുക്കുണ്ട്, കഴിക്കാനും അടിപൊളി ലുക്കാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സോസൊക്കെ കൂട്ടി നമുക്ക് കഴിച്ച് നോക്കാം. കണ്ട അത് അകമൊക്കെ ആണെങ്കിലും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ദശയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി കഴിച്ച് നോക്കാം. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ ആണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന കാര്യം ഓർക്കുമ്പോഴാണല്ലോ നമുക്കൊരു ഭയമുള്ളത്. അപ്പോൾ ഈ എയർ ഫ്രയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ഇതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു പാൻ നമ്മളകത്തേക്ക് വെച്ച് ഈ ഒരു ഡിഷ് അതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നിന്നും മുകളിൽ നിന്നും നല്ല ഹോട്ട് ചൂടിങ്ങനെ വന്ന് ഇത് വെന്ത് വരുവാണ് ചെയ്യുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ എയർ നല്ല ചൂടായിട്ട് താഴെ നിന്ന് മുകളിലൊന്ന് ശക്തിയായിട്ട് വരുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെന്ത് വരും. അങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, ഓയിലില്ല, ഒന്നുമില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഓയിലിനെ പേടിച്ചാണല്ലോ ഈ വറക്കുന്ന സാധനങ്ങളൊക്കെ കൂടുതൽ ഒഴിവാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിച്ചാൽ ഇതിന് യാതൊരു പ്രശ്നങ്ങളുമില്ല, അതേ ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. ചിക്കനൊക്കെ ആണെങ്കിലും നന്നായിട്ട് കണ്ടോ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പരീക്ഷണം കൂടിയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ പരീക്ഷണത്തിൽ ആദ്യം നമ്മൾ KFC ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ലുക്കിൽ കുറച്ച് പോരായ്മയൊക്കെ തോന്നിയെങ്കിലും ടേസ്റ്റ് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതും അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഇതിനകത്ത് വെച്ച് ഫ്രൈ ചെയ്തെടുത്ത് നോക്കാം. ഇതുപോലെ നമ്മൾ ഈ പൊട്ടറ്റോയും ഒക്കെ നമ്മൾ ജസ്റ്റ് എണ്ണയിലിട്ട് ഇങ്ങനെ ഒലത്തി എടുത്ത് കഴിക്കുമല്ലോ, അപ്പോൾ ആ ഒരു രീതിയിലായിട്ടാണ്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് നമുക്ക് ഈ പാനിൽ വെച്ച് നമ്മുടെ എയർ ഫ്രയറിൽ വെച്ച് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ട്രെയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിളിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒരു മസാല അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് നാരങ്ങാനീരും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരുമ്മി കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ചെറിയ ചിക്കൻ്റെ കുറച്ച് കഷ്ണങ്ങളും കൂടെ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടി കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് നമുക്ക് ഇതിനൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു മോഡ് തിരഞ്ഞെടുക്കേണ്ടത് വെജിറ്റബിൾസിൻ്റെ ഒരെണ്ണമുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ടൈമൊക്കെ കാണിച്ചോളും. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വെജിറ്റബിൾ റെഡിയാക്കി വെച്ചേക്ക് നമുക്ക് അതിനകത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും അതിനകത്തേക്ക് വെക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ട് കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമ്മളിത് ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് തപ്പലും അതൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വെജിറ്റബിൾസിൻ്റെ ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 12 മിനിറ്റാണ് കാണിക്കുന്നത് അത് വെജിറ്റബിൾ ഒന്ന് ഫ്രൈ ആയിട്ട് വരാനായിട്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ കിട്ടുമെന്ന് നോക്കാവേ. അപ്പോൾ വെജിറ്റബിളൊക്കെ വെന്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് ആയിട്ടില്ല. ഇത് ശരിക്കും അങ്ങ് ഡ്രൈ ആയ പോലെയാണ് ഇരിക്കുന്നത്. മീൻസ് എന്താ പറയുന്നത്, അതൊന്ന് ശരിക്കും അങ്ങ് വേകാത്ത പോലെ ഒരു ഡ്രൈ ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്.
പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ പൊട്ടറ്റോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് നമ്മൾ ഫ്രൈ ആക്കി കഴിക്കല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു 3 മിനിറ്റ് നമ്മൾ ഈ ഒരു വെജിറ്റബിൾ ഒന്ന് ആവി കയറ്റി എടുത്തിട്ട് നമ്മൾ ഈ ഒരു എയർ ഫ്രയറിനകത്ത് വെച്ചെടുത്താൽ വെജിറ്റബിൾസൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്നാ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ബീഫാണ് കേട്ടോ ഇത്. അപ്പോൾ ബീഫ് നമ്മൾ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബീഫിലോട്ട് നമ്മൾ കുറച്ച് ഗ്രേവിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി നമ്മൾ ഈ ബീഫ് ഇതിനകത്ത് വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അത് നമുക്ക് ബീഫിൻ്റെ ഓപ്ഷനുണ്ട്, അതിനകത്ത് വെച്ച് നമുക്കത് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേ ബീഫ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനും പ്രത്യേകിച്ച് തകരാറൊന്നുമില്ല കേട്ടോ, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അടുത്ത ട്രിപ്പോടെ നമുക്കൊന്ന് ഇടാം. കുറച്ച് ബീഫും കൂടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കാഴ്ചയിൽ വലിയ പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ അവത്തേലെ ആ എണ്ണമയമൊക്കെ ഇറങ്ങി വന്നിട്ട് ഇപ്പം തന്നെ നമ്മളത് എണ്ണയെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ ഇതിൻ്റെ ഒരു ഓയിലും ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ അല്ലാതെ നമ്മൾ ഓയിൽ ഒഴിച്ച് അതിനകത്തിട്ടാണ് നമ്മൾ ഫ്രൈ എടുക്കുന്നത്. അപ്പോൾ അതോടെ കൂടുമ്പോഴത്തേക്കും നമ്മൾ ആകെപ്പാടെ ഫുൾ ഓയിലി ആയി പോകും. പിന്നെ അതുപോലെ നമുക്ക് പാത്രമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. ഓരോന്നാണെങ്കിലും മാറ്റി എടുത്ത് ക്ലീൻ ചെയ്യുകയോ കഴുകുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അതൊക്കെ ഒന്ന് കഴുകി തൂത്ത് മാറ്റിയിട്ട് ജസ്റ്റ് നമ്മൾ കുറച്ച് എണ്ണയൊക്കെ നമ്മൾ ജസ്റ്റ് തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് അടുത്ത ഒരു സെക്ഷനും കൂടെ നമുക്ക് അതിനകത്തേക്ക് വെച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു എയർ ഫ്രയർ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുന്നുള്ളൂ. അപ്പം അതിൻ്റെതായ ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. നമ്മളിപ്പം ഒരു തവണ ഉണ്ടാക്കി നോക്കിയാലേ നമുക്കറിയത്തുള്ളൂ നമ്മൾ എന്തോരം മാറ്റം വരുത്തണം എന്നുള്ളതൊക്കെ. അപ്പോൾ അത് നമുക്ക് 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് രീതിയിൽ ഉണ്ടാക്കിയാൽ അത് നല്ല ലുക്കിലും ടേസ്റ്റിലും കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പം അങ്ങനെ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കിയാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു എയർ ഫ്രയറിൽ കാണുന്നില്ല. അത്യാവശ്യം തരക്കേടില്ല, നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല, എല്ലാം പാകം ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ എണ്ണയൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കി നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഇത് മേടിച്ച് ഉപയോഗിച്ചാലും നമുക്ക് ഗുണം തന്നെയാണ്, വലിയ നഷ്ടമൊന്നുമില്ല. അതുപോലെ തന്നെ വലിയ പ്രൈസൊന്നും ഇതിനില്ല. അപ്പോൾ ഇതിൻ്റെ വില എന്താണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഇത് നമ്മുടെ പാചക പരീക്ഷണങ്ങളൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കി. ചിക്കനായിട്ടും അതുപോലെ തന്നെ KFCയും ബീഫ് അതുപോലെ വെജിറ്റബിൾ എല്ലാം നമ്മൾ ഏകദേശം എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ട് പരീക്ഷിച്ച് കഴിഞ്ഞു. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് മേടിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് അത്ര മോശം വരുമൊന്നുമില്ല. കാരണം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഓയിലില്ലാതെ നമുക്ക് കഴിക്കാമല്ലോ. അത് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി നമുക്ക് കഴിക്കാം. അപ്പോൾ അത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഈ ഓയിലിൻ്റെ പേടിച്ചിട്ടാണല്ലോ പലരും പല സാധനങ്ങളും കഴിക്കാത്തത്. അപ്പം അതിനൊക്കെ നമുക്കൊരു മുക്തി എന്ന നിലയിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി അതിൻ്റെ വില കൂടി ഞാൻ പറയാം. നമ്മളിത് വാങ്ങിച്ചത് 13,500 രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, 2 years വാറൻറ്റി ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മൾ ഈ 13,500 രൂപ കൊടുത്ത് നമ്മളിത് വാങ്ങിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹോസ്പിറ്റലിൽ നമ്മൾ എത്രയോ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരുന്നു. അപ്പം അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് അത്ര തരക്കേടില്ലാത്ത ഒരു പ്രൊഡക്റ്റാണ്. അപ്പം ഇങ്ങനെ ഓയിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കലാപരിപാടികളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഉണ്ടാക്കിയതൊക്കെ നമുക്കൊന്ന് കഴിച്ച് തീർക്കണം. അതൊക്കെയാണ് ഇനിയത്തെ മെയിൻ പരിപാടികൾ. അപ്പം നമ്മുടെ ബീഫ് ഇതേ ടേബിളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് അതും കൂടെ ഒന്ന് കഴിച്ച് നോക്കിയാൽ സമാധാനമായി. അപ്പോൾ എല്ലാം കഴിച്ച് ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്തൊക്കെ നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ പാത്രം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അത് ഇതുപോലെ തന്നെ ഓരോ ട്രേ ആക്കി നമുക്ക് ഊരിയെടുത്ത് നമുക്കത് കഴുകി ക്ലീൻ ചെയ്ത് തുടച്ചെടുത്ത് വെക്കാവുന്നതാണ്. അതിനും വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ ഓരോ പാത്രമായിട്ട് നമുക്ക് മാറ്റി എടുക്കാവുന്നതാണ്. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ നമുക്ക് തുടച്ചെടുത്ത് മാറ്റി വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. കാരണം ഉപയോഗിക്കുന്നവരൊക്കെ ആയിരിക്കും നിങ്ങളിൽ ചിലരെന്നാലും വളരെ കുറച്ച് പേരെങ്കിലും അറിയത്തില്ലാത്തവരുണ്ട്, അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മൾ വീട്ടിലേക്ക് മേടിച്ചത് കൊണ്ട് ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ.
അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഇവിടെ ഒരു ബട്ടണുണ്ട്. അപ്പോൾ ഒരു സ്വിച്ച് ഉണ്ടാകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ അതവിടെ ലോക്കായിട്ടിരുന്നോളും. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്തെടുക്കാനും ജസ്റ്റ് ഒന്ന് അമർത്തി കഴിയുമ്പം ആ ട്രേക്ക് നമുക്ക് ഉയർത്തിയെടുക്കാവുന്നതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഇവിടുത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അറിവിലേക്ക് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. നമുക്കിനിയും നല്ല നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.